ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ നമ്മുടെ ഗാർഡനിലുണ്ടായ പാവയ്ക്കയാണ്. നമ്മൾ തോരൻ വെക്കാൻ പോകും. തോരനും മോര് കറിയും പാവയ്ക്കാത്തോരനും അടിപൊളി. നമുക്ക് ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാം. കൊത്തി അരിയാന്ന് പറയും. മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കുരു എടുക്കാൻ പറ്റും. വിളവിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് പാവയ്ക്ക. നമ്മുടെ പാവയ്ക്ക നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മുളക്, ഉണ്ടമുളക് ചേർത്ത് വെക്കാം. ഇതിൻ്റെ എരിവ് സ്റ്റേറ്റസ് നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മുളകായത്. എരിവുണ്ടെന്ന് തോന്നുന്നു മണത്തിട്ട്. നിൽക്കുന്നല്ല ഇതിൻ്റെ ടെക്സ്ചർ നോക്കി ഉണ്ടാകും. നല്ല ഗ്രീൻ കളറിനകത്ത് അത്തപ്പൂ ഇട്ട പോലെ ഉണ്ട്. സവള കുനുകുനാന്നരിഞ്ഞ് അതും ഇഞ്ചിയും ചേർത്ത് തേങ്ങായും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ സവാള, ഇഞ്ചി, പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്കായും മുളകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് പാവയ്ക്കാത്തോരൻ. അതിൻ്റെ ആ കയ്പും അടിപൊളിയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇച്ചിരി, എന്നിട്ട് ഇളക്കി വെക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് സവോളയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം നാട്ടിലെ. പക്ഷേ നമുക്ക് ഇതിവിടെ കിട്ടുമ്പോൾ UK എന്ന് പറയുമ്പോൾ ഇവിടെ പാവയ്ക്കൊക്കെ ഉണ്ടാകാൻ ഭയങ്കര പാടല്ലേ. ഒരെണ്ണം ഉണ്ടാക്കി കിട്ടുമ്പം വളരെ സന്തോഷമാണ്. ഞാനിത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് ആദ്യത്തെ വർഷം 2 ഉണ്ടായി. പിറ്റത്തെ വർഷം ഒന്നും ഉണ്ടായില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് മുളപ്പിക്കും. ഇച്ചിരി കിളുത്ത് വരും, അന്നേരം പോകും. പിന്നെ പലതും കിളുത്തും വന്നില്ല. ഈ പ്രാവശ്യം എന്നാണേലും ഒരു 4ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഉണ്ടായി. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പാവയ്ക്ക. ഇപ്പോൾ വിൻ്റർ ആകുന്നതായിരുന്നു ചെടി ചത്തുപോകും. ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വേറെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊത്തി വെച്ച് ആവിയിൽ വേവിക്കാം. ഫ്രോസൺ തേങ്ങ, അത് കാരണം ഇച്ചിരി ആവി കയറിയാലേ അത് തയ്യാറും. ഇളക്കി യോജിപ്പിക്കാൻ. പാവയ്ക്കാരുടെ മണം, ആ കയ്പിൻ്റെ മണമില്ലേ, വാ. ഇത്രയും കെയർഫുള്ളായിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കാറില്ല. സന്തോഷത്തോടെ. ഒരു സാധനം ഇടാൻ മറന്നുപോയിട്ടുണ്ട്, കറിവേപ്പില. ഞാൻ എടുത്തുകൊണ്ട് വരാതെ. അതിൻ്റെ ആ മണം കൂടെ ഇതങ്ങ് കീറി അങ്ങനെ ഇടണം. വലിയ കയ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ അന്നേരം തന്നെ അരിഞ്ഞ്, ചതയ്ക്കാതെ അരിഞ്ഞ് അന്നേരം തന്നെ കറി വെച്ചാൽ മതി. ഒത്തിരി കയ്പുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വലിയ കയ്പൊന്നുമില്ല. അപ്പോൾ പാവയ്ക്കൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നല്ല ഹെൽത്തി സാധനമല്ലേ. ഡയബറ്റിക്സ് നിർമ്മിച്ചത് നല്ലതാണ്. എനിക്ക് ഷുഗർ ആയതുകൊണ്ടല്ല, എന്നാലും പറയുമായിരുന്നു. സൂപ്പർ. ബൈ ബൈ.